ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വിൻറ്റേജ് സ്റ്റൈൽ ലെറ്ററാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിൻ്റെ ഹോൾ പ്രോസസ്സ്, പേപ്പർ ഡൈ ചെയ്യണം തുടങ്ങിയിട്ട് അത് എൻവലപ്പിലാക്കി സീൽ ചെയ്യണത് വരെയുള്ള എല്ലാ പ്രോസസ്സുമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ലെറ്റർ ആർക്ക് വേണ്ടി എഴുതണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചൊരു വിൻറ്റേജ് തീമിൽ ഹാമ്പർ റെഡിയാക്കി കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അതിനകത്ത് ഒരു ഐറ്റമാണ് ഈ ലെറ്റർ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എഴുതാനുള്ള പേപ്പർ റെഡിയാക്കണം. അതായത് കുറച്ച് ഏജ്ഡ് പോലെ നമ്മൾ സാധാ ഒരു പേപ്പർ ആക്കി എടുക്കണം. അപ്പോൾ ആ പ്രോസസ്സിലേക്കൊക്കെ കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഓരോരോ പണിയിലേക്ക് കിടക്കാം. നമ്മൾ കോഫി വെച്ചിട്ടാണ് ഡൈ ചെയ്യാൻ പോകുന്നത്. 4 ടേബിൾ സ്പൂൺ കോഫി അത് മുങ്ങാൻ ഭാഗത്തിലുള്ള വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കണം. അത് കുറച്ചൊന്ന് പിടിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ A4 സൈസ് പേപ്പർ എടുത്തിട്ട് ഇപ്പോൾ ഒരു 5-6 എടുത്തിട്ട് അതിൻ്റെ എൻഡ് ടയർ ചെയ്യണം. ആ ഒരു ഏജ്ഡ് ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടയർ ചെയ്യണ പേപ്പറെല്ലാം മൊത്തം പിടിച്ചിട്ട് ടയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വലുതായിട്ട് കീറി പോകില്ല, കറക്റ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ ഇത് ഡൈ ചെയ്യുമ്പോൾ സിംഗിൾ പീസായിട്ടാണ്, നമ്മളെല്ലാം കൂടെ മുക്കി വെക്കുകയല്ല ചെയ്യണത്, സാധാ ബുക്കിന് ചെയ്യണ പോലെ. അപ്പോൾ ഓരോന്ന് എടുത്തിട്ട് അതിലേക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ ഡൈ പെയിൻറ് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ ഒരു ഈവൻ ഇത് കിട്ടാനും അധികം നേരം പിടിക്കാതിരിക്കാനുമാണ്. എന്നിട്ട് ഇത് പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ എൻഡ് നമുക്ക് കുറച്ച് ഡാർക്കായിട്ട് വേണം. അപ്പോൾ ആ എൻഡിൽ കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ടും നമ്മൾ തേച്ച് കൊടുക്കും. ഇനി ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളൊരു ബ്രഷ് വെച്ചിട്ട് ആ കോഫി പൗഡർ ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാവുമല്ലോ, നമ്മൾ അങ്ങനെ തന്നെ ഡ്രൈ ചെയ്യാൻ വെച്ചാൽ. എന്നിട്ട് അത് നല്ല കുറച്ച് പണിയാണെന്ന് വെച്ചാൽ കുടങ്ങിയാലൊന്നും പോകില്ല. അപ്പോൾ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ആക്കുക. നമ്മുടെ പേപ്പർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എഴുതി തുടങ്ങണം. നമുക്ക് ആദ്യം ഇങ്ക് ഫില്ല് ചെയ്യുക. ലെറ്ററിൻ്റെ കണ്ടൻറ്റ് ഓൾറെഡി അയച്ചു തന്നിട്ടുണ്ട് എനിക്ക്. അപ്പം മലയാളത്തിലാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്. ഒരു 2.5 പേജുണ്ട്, നമുക്കത് എഴുതാം. ഇനി അടുത്തത് നമുക്ക് എൻവലപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഞാനൊരു പേപ്പർ ബാഗിൽ നിന്നാണ് എൻവലപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സ്ക്വയർ ഷേപ്പിലെ ഷീറ്റ് വേണം. അപ്പോൾ ഞാനൊരു റെഫറൻസിന് വേണ്ടിയിട്ട് ഈ ബുക്ക് ഉപയോഗിച്ചിട്ടാണ് ഒന്ന് കട്ട് ചെയ്യണത്. നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അത് മാറ്റിയിട്ട് മുറിച്ചെടുക്കുക. നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഡയഗണലി ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പോയിന്റ് കിട്ടും. ഇനി ആ പോയിന്റിലേക്ക് നമ്മൾ 2 സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്യണം. ഇനി മോൾ ഭാഗത്തുനിന്ന് നമ്മൾ ക്ലോസ് ചെയ്യണം ഇതില്ലേ, അതും ഫോൾഡ് ചെയ്യണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തെ എൻഡ് എടുത്തിട്ട് ആ ഫോൾഡ് ചെയ്ത എൻ്റെ സെൻറ്റർ പോർഷനിലാക്കിയിട്ട് നമ്മൾ മടക്കണം. എന്നിട്ട് ആ ബാലൻസ് വരുന്നത് ഈ സൈഡിലുള്ള ലൈനായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ പശയാക്കിയിട്ട് അത് ഉള്ളിലേക്ക് ഒട്ടിക്കണം. ഇനി നമ്മൾ ബാക്കിയുള്ള പോർഷൻസും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. അത് ഈ 2 എൻഡ് മാത്രം. ബാക്കിയൊന്നും ഒട്ടിച്ചാൽ എൻവലപ്പ് തുറക്കാൻ പറ്റില്ല. ഈ 2 എൻഡ് മാത്രം ഒട്ടിച്ചാൽ മതി. ഇനി നമ്മൾ എൻവലപ്പ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർഡ് സ്റ്റോക്ക്
ഒരു പാറ്റേൺ ചൂസ് ചെയ്യണം. ഞാനിപ്പോൾ ഈ ഒരു ഡോറുകളുള്ള ഈ ഒരു കളർ പാലറ്റിലുള്ള ഒരു ഇതാണ് ചൂസ് ചെയ്തത്. ഇനി നമ്മൾ എൻവലപ്പിൻ്റെ മോൾ ഭാഗം ത്തിൻ്റെ അതേ സൈസിൽ ഇത് വെട്ടിയെടുക്കണം. കുറച്ചും കൂടി ചെറുതായിട്ട് വെട്ടിയെടുക്കുക. ഞാൻ ചെയ്തു വന്നപ്പോഴാണെങ്കിൽ അത് എൻ്റെ വരെ എത്തി. ഞാൻ ഉദ്ദേശിച്ചിരുന്നത് എൻ്റെ വരെ എത്തേണ്ട കുറച്ച് താഴെയായിരുന്നു, പക്ഷേ കുറച്ച് വലുതായി പോയി. അപ്പോൾ നമ്മൾ ആ ഷേപ്പിൽ മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ ടോപ്പ് പോർഷൻ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എൻവലപ്പ് റെഡിയായി. ഇനി ലെറ്റർ എഴുതിയത് നമുക്ക് സീൽ ചെയ്യണം. അപ്പോൾ ഈ എഴുതിയ എല്ലാ ഷീറ്റ്സും കൂടെ നമ്മൾ ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്യണത്. ഫോൾഡ് ചെയ്തിട്ട് ഈ ഭാഗത്ത് നമുക്ക് സീൽ ചെയ്യണം. അപ്പോൾ സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അരക്ക് വെച്ചിട്ട് തന്നെയാണ്, വാക്സ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സീൽ ചെയ്യണത്. അപ്പം ഇത് സ്റ്റേഷനറി ഷോപ്സിൽ ചില സ്ഥലത്തൊക്കെ കിട്ടലുണ്ട്. 10 രൂപയാണ് ഇങ്ങനത്തെ ഒരു സ്റ്റിക്കിന്. അപ്പോൾ നമ്മൾ ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തേക്ക് നമ്മൾ ഒരു ലൈറ്ററാണ് ഞാൻ ഉപയോഗിക്കണം. എന്നിട്ട് ക്യാൻഡിൽ എന്താണ് ഉപയോഗിച്ചിട്ട് ഇത് ചൂടാക്കിയിട്ട് അതിങ്ങനെ ഇറ്റിറ്റ് വീഴും. എന്നിട്ട് നമ്മൾ സ്റ്റാമ്പ് വെച്ചിട്ട് അതവിടെ പ്രസ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്നും വേണ്ട, 1 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് അത് എടുക്കാൻ പറ്റും. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനം വെച്ചിട്ടൊക്കെ സീൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ, അത് മാത്രമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ വിൻറ്റേജ് സ്റ്റൈലിൽ ചെയ്യണോണ്ട് എല്ലാം പഴയ രീതിയിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് ലെറ്റർ ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഈ എൻവലപ്പും കൂടെ സീൽ ചെയ്യണം. നേരത്തെ ചെയ്ത പോലെ തന്നെ എൻവലപ്പ് സീൽ ചെയ്യുക. ഇനി നമുക്ക് പോസ്റ്റൽ സ്റ്റാമ്പ് വേണം ഈ എൻവലപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി നോക്കിയപ്പോൾ ഭംഗിയുള്ളതൊന്നും ഇവിടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ കിട്ടിയില്ല. എന്നിട്ട് ഞാൻ പിന്നെ പ്രിൻ്റ് എടുത്ത് സ്റ്റാമ്പ് ഉണ്ടാക്കിയാണ് ചെയ്തത്. അപ്പോൾ കറക്റ്റ് നമുക്ക് അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 ചൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ, ഒരു കളർ പാലറ്റ് മാച്ച് ആവുന്ന രീതിയിൽ. ഇനി നമുക്ക് ഈ 3 സ്റ്റാമ്പ് ഈ ടോപ്പ് പോർഷനിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ഇനി അഡ്രസ്സ് എഴുതണം. അപ്പം അഡ്രസ്സ് എഴുതാൻ ഞാൻ ഇങ്ങനെ ഒരു നമ്മൾ ഡൈ ചെയ്തെടുത്ത പേപ്പർ തന്നെ ഒരു പീസ് മുറിച്ചെടുത്തിട്ട് അതിലാണ് അഡ്രസ്സ് എഴുതിയിട്ട് ഒട്ടിക്കണത്. നമുക്ക് ലാസ്റ്റായിട്ട് ക്ലിയർ സ്റ്റാമ്പ് വെച്ചിട്ട് കുറച്ച് ഡിസൈൻ ചെയ്യാൻ എൻവലപ്പ്. ഇനി ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ ഒരു ജൂ ഡ്രോപ്പ് എടുത്തിട്ട് ആ കറക്റ്റ് അളവ് നോക്കി ഡബിൾ നോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒരു ബാൻഡ് പോലെ 2 ഞാനിങ്ങനെ കൊടുക്കണുണ്ട്.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും അയച്ചൊക്കെ കൊടുക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. വേറൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ.